പ്രിയദർശൻ എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ 100ാമത്തെ ചിത്രത്തിന്റെ സംവിധാനത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ അതിൽ നായകനായെത്തുന്നത് മോഹൻലാലാണെന്ന് മോഹൻലാൽ തന്നെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഇതൊരു റെക്കോർഡാണെന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോവുകയാണെന്നും മോഹൻലാലും പറഞ്ഞു വെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സന്തോഷം ആ വാക്കുകളിൽ തന്നെയുണ്ട്. മോഹൻലാലും വളരെ എക്സൈറ്റഡ് ആണ് പ്രിയദർശനൊപ്പം അദ്ദേഹത്തിന്റെ 100ാം ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ. അങ്ങനെ ഒരു ഗംഭീര സംഭവം അവർ രണ്ടുപേരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗംഭീര ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുമ്പോൾ ഇവരുടെ അടുത്തിടെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ഒപ്പം എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം ഒരുങ്ങുന്നു എന്ന റൂമറുകളും സജീവമാണ്. ഗംഭീര സബ്ജക്റ്റിലാണ് അവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഗംഭീരമായി വർക്കൗട്ട് ആയാൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും. കാരണം അവരുടെ ഏറ്റവും ഫേവറേറ്റ് കോംബോകളാണ് ഈ പ്രിയദർശൻ മോഹൻലാൽ കോംബോ. അതിൽ തന്നെ ഒപ്പം എന്ന ചിത്രം ഇപ്പോഴും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നതും കാണേണ്ടതാണ്. ഒപ്പം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു അന്ധകഥാപാത്രമാണ് അവതരിപ്പിച്ചത്. അതിൽ മോഹൻലാലിന്റെ ചെറിയ ചെറിയ സീനുകൾ ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നു. അതിനെക്കുറിച്ചാണ് ആ ചിത്രത്തിൽ അഭിനയിച്ച അഞ്ജലി നായർ പറഞ്ഞ വാക്കുകളും അതിശയത്തോടെയാണ് പ്രേക്ഷകർ കേട്ടത്. മലയാളികൾക്ക് ഏറെ പരിചിതമായ നടിയാണ് അഞ്ജലി നായർ. 1994 മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായി നടി തന്റെ കരിയർ ആരംഭിക്കുന്നത്. 2015 മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന അവാർഡും അഞ്ജലി നേടിയിരുന്നു. പുലിമുരുകൻ സിനിമയിൽ മോഹൻലാലിന്റെ അമ്മയായും ഒപ്പം സിനിമയിൽ അദ്ദേഹത്തിന്റെ സഹോദരിയായും അഭിനയിക്കാൻ നടിക്ക് സാധിച്ചിരുന്നു. ആ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് അഞ്ജലി നായർ ഇപ്പോൾ. പുലിമുരുകനിൽ മുരുകന്റെ കുട്ടിക്കാലത്താണ് അമ്മ വേഷം വരുന്നതെങ്കിലും ആളുകൾ എന്നെ മോഹൻലാലിന്റെ അമ്മയായാണ് കാണുന്നതെന്നാണ് നടി പറയുന്നത്. ഒപ്പം സിനിമയിൽ ഒരു സീനിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ദക്ഷിണ കൊടുത്ത ശേഷം അനുഗ്രഹം വാങ്ങാതെ തിരിച്ചു നടക്കുന്ന സീനുണ്ടെന്നും അത് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുകയായിരുന്നു അഞ്ജലി. ഇതിനൊപ്പം പുലിമുരുകനിൽ മുരുകന്റെ കുട്ടിക്കാലത്ത് അമ്മവേഷം വന്നതെങ്കിലും ആളുകൾ എന്നെ മനസ്സിലേക്കെടുത്തത് ലാലേട്ടന്റെ അമ്മയായാണ്. ഒരു രസമുള്ള ഓർമ്മയുമുണ്ട്. പുലിമുരുകന്റെ 100ാം വിജയ ദിവസത്തിന് കേക്ക് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തലശ്ശേരിയിൽ നിന്ന് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ എന്നെ ഒരു ദിവസം വിളിച്ചു. അത്രയും ദൂരം പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവരുടെ അപേക്ഷ ലാലേട്ടന്റെ അമ്മയല്ലേ, വരില്ല എന്ന് പറയരുത് എന്നായിരുന്നു. ഒപ്പം സിനിമയിൽ ലാലേട്ടന്റെ അനിയത്തിയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. വിവാഹത്തിന് മുമ്പ് ചേട്ടന് ദക്ഷിണ കൊടുത്ത ശേഷം അനുഗ്രഹം വാങ്ങാതെ തിരിച്ചു പോകുന്നുണ്ട്. അത് കണ്ട് 3 മാസത്തോളം മിണ്ടാതിരുന്നവർ വരെയുണ്ട്. കമ്മട്ടിപ്പാടത്തിലെ ദുൽഖർ സൽമാന്റെ അമ്മ വേഷവും രസമായിരുന്നു. മക്കളായി അഭിനയിക്കുന്ന മുത്തുമണിയും ദുൽഖറും അമ്മയെന്ന് വിളിച്ച് സംസാരിക്കുന്ന സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 27 വയസ്സേ ഉള്ളൂ. അഞ്ജലി നായർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മോഹൻലാലിനൊപ്പമുള്ള ഒപ്പം എന്ന ചിത്രത്തിലെ അഞ്ജലി നായരുടെ രംഗങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ പ്രശംസിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ആ സീനിലെ മോഹൻലാലിന്റെ അഭിനയം ഇപ്പോഴും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമായി മാറിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അഞ്ജലി നായരോട് കാണിച്ച ഈ ഒരു നീരസം അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുന്നത്. കാരണം അത്ര ഗംഭീര സീനായിരുന്നു. എന്തായാലും വീണ്ടും പ്രിയദർശനും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഗംഭീര സിനിമകൾ തന്നെ സംഭവിക്കട്ടെ. 100ാം സിനിമ അതൊരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കട്ടെ. ഒപ്പം എന്ന സിനിമയുടെ 2ാം ഭാഗം ഒരുങ്ങുന്നു എന്ന റൂമറുകൾ നിൽക്കുമ്പോൾ അത് എങ്ങനെ വരുന്നു എന്നറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകരിൽ ഉണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്, റൂമറുകൾ മാത്രമാണ്. എന്തായാലും മോഹൻലാലും പ്രിയദർശന്റെ 100ാം സിനിമയിൽ ഒന്നിക്കുന്നു എന്നതിൽ സംശയമൊന്നും വേണ്ട.